ഔസേപ്പിന്റെയും ആന്റപ്പന്റെയും ബൈജുവിന്റെ എല്ലാം കള്ളത്തരങ്ങൾ അലീന കൈയോടെ പിടികൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ മൂവർക്കും അലീനയോട് വല്ലാത്ത ദേഷ്യമാണ് കേട്ടോ. അങ്ങനെ റീത്താമാണെങ്കിൽ ഒരു തക്കം പാർത്തിരിക്കുകയാണ് അലീനയെ അവിടുന്ന് വലിച്ചിറക്കി വിടാനായിട്ട്. റീത്താമയും കൂട്ടാളികളും എല്ലാവരും വന്ന് സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് വന്ന് ബഹളവും അടിയുമൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ബഹളം ഉണ്ടാക്കിയിട്ടും സ്റ്റാൻലി ഒരടി പോലും പിന്നോട്ട് പോയില്ല. ഇത് തന്റെ മകളാണെന്ന് അലിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ച് സ്റ്റാൻലി പറയുന്നുണ്ട്. റീതാമ്മയും 3-4 സഹോദരന്മാരും പള്ളിയിലച്ഛനും അങ്ങനെ കുറെ പാർട്ടിക്കാരും എല്ലാവരും കൂടിയിട്ടാണ് അന്ന് വീട്ടിലേക്ക് വന്നത്. വീട്ടിലേക്ക് വന്ന പാടെ സ്റ്റാൻലി ആരെയും മൈൻഡ് പോലും ചെയ്തില്ല. എന്തിനാണ് വന്നേന്ന് പോലും ആരും ചോദിച്ചില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും വന്ന് അകത്ത് കയറിയപ്പോ വാ വാ കയറിയിരിക്കുന്നു പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി അവരെ അകത്ത് വിളിച്ചിരുത്തുന്നുണ്ട്. എല്ലാവരും അകത്തിരിക്കുകയാണ്. എന്താ കഴിക്കാൻ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ സ്റ്റാൻലി എന്താ ഞങ്ങളെ കളിയാക്കാണോ, ഞങ്ങളെന്താ വന്നതിന് സ്റ്റാൻലിക്ക് അറിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ വന്നതിന് ഉദ്ദേശം എന്തായാലും ശരിയായതല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ശത്രുക്കൾ വന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ അണുനയത്തിൽ സംസാരിക്കുന്നത് ഒരു മിലിറ്ററിക്കാരന് ചേർന്നല്ലെന്ന് എനിക്കറിയാം. പിന്നെ നിങ്ങളൊക്കെ എന്റെ ബന്ധുക്കളായി പോയില്ലേ എന്ന് പറയാണ്. റീത്താമ്മ ചോദിക്കുന്നുണ്ട്, ഇപ്പൊ എവിടുന്ന് വന്നു ഈ ഒരു പെണ്ണ്? 23 വർഷമായിട്ട് ഇങ്ങനൊന്നും കേൾക്കാൻ പോലും ഇല്ലല്ലോ, പെട്ടെന്ന് എവിടുന്ന് പൊട്ടിമുളച്ചു എന്ന് ചോദിക്കാണ്. സ്റ്റാൻലി പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരു സ്റ്റാൻലി കൂടി ഉണ്ടായിരുന്നു പണ്ട്. മോഡേൺ അല്ലാത്ത, ആരോടും ദേഷ്യപ്പെടാത്ത, നല്ല സ്നേഹമുള്ള, നല്ല മയമുള്ള ഒരു ചെറുപ്പക്കാരൻ, സ്റ്റാൻലി ജോസഫ്. അവന് ഒരു കാമുകി ഉണ്ടായിരുന്നു. ആ കാമുകിയും അവനും കൂടി കുറെ കാലം, ഒരുപാട് കാലം ഒരുമിച്ച് താമസിച്ചു. ആ സമയത്ത് അവൾ ഗർഭിണിയായിരുന്നു. പക്ഷേ അവൾ പ്രസവിക്കുന്നതോ കുഞ്ഞിനെ കാണാനോ ഒന്നും എനിക്ക് സാധിച്ചില്ല. അതിനു മുമ്പേ ഞങ്ങൾ രണ്ടുപേരും വേറെ വിട്ടുപോയി. അവൾ വേറെ വഴിക്ക്, ഞാൻ വേറെ വഴിക്ക്. കാരണം ഞങ്ങൾ രണ്ടുപേരും അല്ല, ഞങ്ങളുടെ കുടുംബക്കാർ തന്നെയാ. എല്ലാവരുടെയും ദുരഭിമാനം അല്ലാതെ വേറൊന്നുമില്ല. എല്ലാവരും ദുരഭിമാനത്തിന് വേണ്ടി എന്റെയും എന്റെ കാമുകിയുടെയും പ്രണയബന്ധം വേണ്ടെന്ന് വെച്ചു എല്ലാവരും. ആ ബന്ധത്തില് ഒരു കുട്ടിയുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അത് മരിച്ചുപോയോ, അത് ജീവനുണ്ടോ, എവിടെയെങ്കിലും ഉണ്ടോ ഒന്നും അന്വേഷിക്കാൻ പിന്നെ എനിക്ക് സാധിച്ചില്ല. കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഞാന് ഉറക്കത്തിൽ പോലെ ഉണർന്നത്. അന്നത്തെ എന്റെ ആക്സിഡന്റിനെ പറ്റിയൊക്കെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ എന്ന് ചോദിക്കാണ്. അതൊക്കെ ഞങ്ങൾക്കറിയാം. എങ്കിലും ഇപ്പോൾ അവൾ എവിടുന്ന് വന്നു ഇത്രയും കാലമില്ലാതെ? അല്ലെങ്കിൽ ചെറുപ്പത്തിലെ അവൾ വരേണ്ടതല്ലേ? സ്റ്റാൻലി പറയുന്നുണ്ട്, അതൊക്കെ വലിയൊരു കഥയാ. ചെറുപ്പത്തിലെ അവൾ അനാഥാലയത്തിലാക്കപ്പെട്ടു. അവളുടെ വീട്ടുകാരും എന്റെ വീട്ടുകാരും ചേർന്നുകൊണ്ട് അനാഥാലയത്തിലാ ആ കുട്ടി വളർന്നത്. 23 വയസ്സായപ്പോഴാണ് ആ അനാഥാലയത്തിലുള്ള ആളുകള് അവളുടെ അച്ഛനും അമ്മയും ആരാണെന്ന് അവളോട് വെളിപ്പെടുത്തിയത്. അങ്ങനെ അവൾ ഇവിടെ എത്തിപ്പെട്ടത്. സ്റ്റാൻലി ജോസഫിന്റെ മകളാ അവൾ. അത് എനിക്ക് ഉറപ്പാ. ഞങ്ങൾക്കെങ്കിലേ ആ ഉറപ്പ് പോരാ. എവിടുന്നെങ്കിലും ഒരുത്ത് കയറി വന്ന് അച്ഛനാന്ന് പറഞ്ഞ അങ്ങ് വിശ്വസിക്കുവാണോ എന്ന് ഒരു പാർട്ടിക്കാരൻ ചോദിക്കുന്നുണ്ട്. അപ്പോ താൻ എന്റെ അമ്മച്ചിയെ കണ്ടുണ്ടെന്ന് ചോദിക്കുമ്പം അതെന്തൊരു ചോദ്യാ? ആ പടിയില് ഞാൻ എത്ര വട്ടം കയറി ഇറങ്ങി വന്നിട്ടുള്ളതാ, അമ്മച്ചിയുടെ കൈകൊണ്ട് എത്ര വട്ടം കഞ്ഞി കുടിച്ചിട്ടുള്ളതാ എന്ന് ചോദിക്കുന്നുണ്ട്. റീതാമ്മയ്ക്ക് അറിയോ എന്റെ അമ്മച്ചീനെ? പിന്നെ എനിക്കറിയാം ചിന്നമ്മേനെ എന്ന് പറയുന്നുണ്ട്. അലീന, മോളെ അലീന എന്ന് വിളിക്കുമ്പോഴേക്കും അലീന അകത്തുനിന്ന് ഇറങ്ങി വരുന്നുണ്ട്. സ്റ്റാൻലി അടുത്തേക്ക് വന്ന് നിൽക്കുകയാണ്. അലീനെ കണ്ടപാടെ ആ പറഞ്ഞ എല്ലാവരും തന്നെ ഒന്ന് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. കാരണം ചിന്നമ്മയുടെ അതേ രൂപമാണല്ലോ അലീനയ്ക്ക്. ചിരിയും നോട്ടവും വണ്ണവും പൊക്കവും മുടിയും എല്ലാം അതുപോലെ തന്നെ. ശരിക്കും യഥാർത്ഥ ചിന്നമോ നിൽക്കുന്ന പോലെ തന്നെയുണ്ട്. അവളെ കണ്ടപാടെ എല്ലാവരും ആശ്ചര്യപ്പെട്ട് പരസ്പരം മുഖത്തോടെ മുഖം നോക്കുകയാണ്. എല്ലാവരുടെ ഇടയിൽ ഒരു ചർച്ച രൂപപ്പെട്ടു. സ്റ്റാൻലി ചോദിക്കുകയാണ്, ഇപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ ഇതിന്റെ മകളാണെന്ന്? എല്ലാവരും തലകൊണ്ട് ചിരിക്കാണ്. കാരണം അത് അവന്റെ അമ്മച്ചിയുടെ അതേ രൂപമാണല്ലോ, അതെല്ലാവർക്കും അറിയാം. പിന്നിപ്പോ പറയാനായിട്ടൊന്നുമില്ല. മൂത്തമോൾ ഡാനിയമോളുടെ ഒരു ചെറിയ ചായമുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കൊരു വാക്ക് പറയാനില്ല. മനസ്സിലായല്ലോ, എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇത് എന്റെ സ്വന്തം മോളാ. റീത്ത പറയുന്നുണ്ട്, ഇവക്ക് വേണ്ടെന്ന് വെച്ചാൽ കൊടുത്ത് ഇവളിവിടുന്ന് പറഞ്ഞയക്കണം. അപ്പം സ്റ്റാൻലി പറയാണ്, ഒരിക്കലും ഇല്ല, എന്റെ മകളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് ജനിച്ച കുട്ടിയെ ഞാൻ എങ്ങനെ പറഞ്ഞയക്കാം? സ്റ്റാൻലി, നിനക്ക് ഈ ഒന്നല്ല ബാക്കി 3 ഉണ്ട്. ആ 3ന്റെയും കാര്യത്തില് നീ എന്തെങ്കിലും താല്പര്യം കാണിക്കാറുണ്ടോ? അവരത് തിരിഞ്ഞു നോക്കാറുണ്ടോ?
അവർ എന്തെങ്കിലും കാര്യത്തിൽ നീ ഇടപെടാറുണ്ടോ? അവർ വിദ്യാഭ്യാസം, അസുഖം, എന്തെങ്കിലും കാര്യം നീ അന്വേഷിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പം അതൊക്കെ അന്വേഷിക്കാൻ നിങ്ങളോടുണ്ടല്ലോ. എന്റെ ആവശ്യമില്ലാന്നല്ലേ നിങ്ങൾ പറയാറ്. പിന്നെ ഇപ്പൊ എന്താണ് എന്റെ ആവശ്യം? അപ്പോഴേക്കും ലാലിച്ചന്റെ നേരെ മൂത്ത അളിയൻ പറയാണ്, അത് പറ്റില്ല ലാലിച്ച. നീ ഉള്ളത് മൊത്തം ഈ കൊച്ചിന് കൊടുത്താ പിന്നെ എന്റെ പെങ്ങളുടെ മക്കൾക്ക് ആരെന്ത് കൊടുക്കും? ഈ റബ്ബർ തോട്ടം മുഴുവനും അവളുടെ പേര് എഴുതി കൊടുക്കാൻ പറ്റില്ല. അത് എന്റെ പെങ്ങൾക്കും മക്കൾക്കും കൂടി വീതം വെച്ച് കൊടുക്കണം. ആഹാ, അത് കൊള്ളാലോ. അപ്പം ഇവളല്ല പ്രശ്നം, വീതം വെപ്പാണ് പ്രശ്നം അല്ലേ? അതേ ലാലിച്ച, നീ എങ്ങനെ മരിച്ചു പോയാലേ എന്റെ പെങ്ങൾക്കും മക്കൾക്കും പിന്നെ എന്ത് കിട്ടും? ഈ ഒരു സ്വത്തുണ്ടെന്ന പ്രതീക്ഷ ആണല്ലോ അവള് ജീവിക്കുന്നത്. അത് കൊള്ളാം. എന്റെ മരണം കാണാനാണോ നിങ്ങളൊക്കെ കാത്തിരിക്കുന്നത്? അല്ലാതെ എന്റെ സുഖവിവരം അന്വേഷിക്കാനൊന്നും വന്നതല്ല അല്ലേ? പിന്നെ ഞാൻ എന്റെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ ഈ പണവും ഈ ബംഗ്ലാവും ഈ എസ്റ്റേറ്റും എല്ലാം. അതാർക്ക് എപ്പോ കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. അല്ലാതെ നിങ്ങളാരും അതിൽ കൈയിടാൻ വരണ്ട. ഞാൻ കരുതിയത് എന്റെ ഭാര്യ അവളുടെ ഇഷ്ടത്തിലാണ് ജീവിക്കുന്നതെന്നാ. എന്റെ കാശ് കണ്ടാണ് അവൾ ജീവിക്കുന്നതെന്ന് ഞാൻ ഇതുവരെ അറിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. അതെന്താ ലാലിച്ച അങ്ങനെ ഒരു വർത്താനം? ഭർത്താവിന്റെ സ്വത്തിന് ഭാര്യയ്ക്കും മക്കൾക്കുമെല്ലാം അവകാശമുണ്ടെന്ന് നിനക്കറിയില്ലേ? എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും എന്താ കൊടുക്കണ്ടേന്ന് എനിക്കറിയാം. നിങ്ങളാരും അതേപ്പറ്റി പറയണ്ട. അങ്ങനെ പറഞ്ഞ് അവിടെ ഒരു ഉടക്കിന്റെ രീതിയായി. എല്ലാവർക്കും ഇനി പോകാം, അറിയേണ്ടതെല്ലാം അറിഞ്ഞല്ലോ. അപ്പൊ നീ അവളെ പറഞ്ഞയക്കില്ല അല്ലേ? ഇല്ല, ഒരിക്കലും പറഞ്ഞയക്കില്ല. ഇനിയുള്ള കാലം അവൾ എന്റെ മകളെ ഇവിടെ ജീവിക്കും, സ്റ്റാൻലി ജോസഫിന്റെ മകളായി. അതിലിനി ആർക്കും സംശയമൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. മൂത്ത ചേട്ടൻ വന്നിട്ട് സ്റ്റാലിയുടെ നേരെ കയ്യോങ്ങാനായിട്ട് അടുത്തേക്ക് വരുമ്പോഴേക്കും അവിടെ നിന്ന് നായ്ക്കളെല്ലാം കൂടി അയാളുടെ നേരെ നോക്കി മുരണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ആ നായ്ക്കളുടെ വലിപ്പം കണ്ടു തന്നെ അയാളെ പേടിച്ച് നിൽക്കാതിരിക്കും. എല്ലാവരും അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. സ്റ്റാൻലി ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോവാണ്. ഈ ചർച്ചകളും വിഷയങ്ങളെല്ലാം കേട്ടുകൊണ്ട് അകത്ത് പേടിച്ച് വിഷമിച്ചിരിക്കുകയാണ് അലീന. താൻ അവിടെ ചെന്നപ്പോൾ അവിടെയും ഇതിന്റെ പൊടിപൂരമായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഇവിടെയും. അങ്ങനെ ആകെപ്പാടെ മാനസികമായി വല്ലാതെ അലീന ബുദ്ധിമുട്ടുന്നുണ്ട്. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞു പോകുന്നുണ്ട്. റീത്താമ്മ ഒരവസരം നോക്കി നിൽക്കാണ്. പൗലോസിന്റെയും ബൈജുവിന്റെയും ആന്റപ്പന്റെയും കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ചതോട് തന്നെ അലീനയോട് അവർക്ക് നല്ല വെറുപ്പാണ് കേട്ടോ, നല്ല ദേഷ്യവുമാണ്. ഒരവസരം നോക്കി നിൽക്കുകയാണ്. സാബിന്റെ മുമ്പിൽ നാണം കെടുത്തിയതല്ലേ, കള്ളന്മാരാണ് തെളിയിച്ചതല്ലേ, അതുകൊണ്ട് തന്നെ അവൾക്കിട്ടൊരു പണി കൊടുക്കണം. എന്തായാലും അങ്ങേർക്ക് നേരെ വണ്ണം ഉണ്ടായതൊന്നും അല്ലല്ലോ, എവിടുന്ന് വന്ന് വലിഞ്ഞ് കയറിയതല്ലേ. അവള് നമ്മളെ ഭരിക്കാൻ വരണ്ട എന്ന് ഔസേപ്പ് ആന്റപ്പനോടും ബൈജുനോടും പറയുന്നുണ്ട്. ആന്റപ്പൻ പറയാണ്, ഔസേപ്പേ നീ വെറുതെ പണി മേടിച്ച് കെട്ടണ്ട, ഞാൻ എന്തായാലും ഒന്നിനുമില്ല. അന്ത സംഭവം തന്നെ നിനക്കറിയാലോ. ഇനിയും അതുപോലെ എന്തെങ്കിലും ഉണ്ടായാലേ സാബ് നിന്നെ നിർത്തി പൊരിക്കും എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങ് പോവാണ്. ഈ സമയം സ്റ്റാൻലി ജോസഫ് ഒരു ദിവസത്തെ ഒരു യാത്രയുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തോ ഒരു പഴയൊരു സർട്ടിഫിക്കറ്റോ എന്തോ കാര്യത്തിനായിട്ട് കുറച്ച് ദൂരെ ഒരു സ്ഥലം വരെ പോവാണ്. രാവിലെ പോകുന്നുണ്ട്, വൈകുന്നേരം രാത്രി ആകുമ്പോഴേ വരുവുള്ളൂ. ആന്റപ്പനോട് പറയുന്നുണ്ട്, അതിനുടെ കാര്യം പ്രത്യേകം നോക്കിക്കോണം. ഞാനിവിടെ ഇല്ലാന്ന് വെച്ച് എൻ്റെ കൊച്ചിന് ഒരു കുറവും ഉണ്ടാവരുത്. അപ്പച്ചനോട് ഞാൻ രാത്രിയിൽ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ സാബ്? ഞങ്ങളോടുണ്ടല്ലോ. സാരമില്ല, അവൾക്കെങ്കിലും ഒരു ധൈര്യം വരണ്ടേ. സന്ധ്യ ആകുമ്പോഴേക്കും അപ്പച്ചനെങ്ങ് എത്തും. അപ്പച്ചനെന്ന് തോട്ടത്തിൽ കുറച്ച് പണിയുള്ളത് കൊണ്ടാ, അല്ലെങ്കിൽ നേരത്തെ വന്നേനെ. സന്ധ്യ ആകുമ്പോഴേക്കും അപ്പച്ചനെങ്ങ് എത്തിക്കോളും. അതുവരെ അവക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെന്ന് ഞാൻ അറിഞ്ഞാൽ ശരിയാക്കും മൂന്നിനെ, മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് സ്റ്റാലി രാവിലെ പോവാണ്. ഈ സമയം അടുക്കളയിൽ ഗൂഢാലോചന നടക്കാണ്. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. എന്ത് ചെയ്യാനാ നിന്റെ ഉദ്ദേശമെന്ന് ഔസേപ്പനോട് ബൈജു ചോദിക്കാണ്. നമ്മളൊന്നും ചെയ്യണ്ട, ആ റീത്താമ്മയുണ്ടല്ലോ, അവരെ വിളിച്ച് കാലറിയിച്ചാൽ മതി, അവരിങ്ങ് വന്നോളും. അവളോടെ അവർക്ക് നല്ല കലിപ്പ, വന്നാല് അവരെ ശരിയാക്കിക്കോളും എന്ന് പറയുന്നുണ്ട്. എങ്കിലും അത് വേണോ? നമ്മളെ വിളിച്ച് പറഞ്ഞാണെന്നല്ലേ അറിയുള്ളൂ. നമുക്ക് പറയാം, നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടില്ലാന്ന് പറഞ്ഞത് പറയരുതെന്ന്. അങ്ങനെ എങ്ങനെയെങ്കിലും വന്നിട്ട് അവക്കിട്ട് രണ്ടെണ്ണം കിട്ടണം. നമ്മളെന്തെങ്കിലും പറഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ എന്ന് ചോദിക്കാണ്. അങ്ങനെ റീത്താമ്മയെ വിളിച്ചിട്ട് ഔസേപ്പ് പറയുന്നുണ്ട്, ഇതുപോലെ സ്റ്റാലി ഇവിടെ ഇല്ല എന്നും രാവിലെ പോയതാണ്, വൈകുന്നേരമേ വരുവുള്ളൂ. വൈകുന്നേരം അപ്പച്ചനെ ഇങ്ങോട്ടേക്ക് വരും ഔതുക്കുട്ടിച്ചായൻ. അതിനു മുമ്പേ ഇവിടെ വന്ന് അവക്കിട്ട് രണ്ടെണ്ണം കൊടുക്കണം എന്ന് പറയുമ്പോൾ പൗലേസിനെന്താ ഇത്രയ്ക്ക് ദേഷ്യം എന്ന് ചോദിക്കുകയാണ്. വന്നപാടെ ഞങ്ങളുടെ കള്ളത്തരങ്ങളെല്ലാം അവളെ പിടിച്ചു. അവളെല്ലാം സ്റ്റാലിനോട് പറഞ്ഞു കൊടുത്തു. സാബാണെങ്കിൽ ഞങ്ങളെ നിർത്തി പൊരിച്ചു. എന്റെ ജോലി വരെ പോയിരുന്നു. ഇപ്പൊ ഞാൻ തിരിച്ചു കയറിയതാ. അതുകൊണ്ട് അവളെ അങ്ങനെ വെറുതെ പറ്റില്ല. എവിടുന്ന വലിഞ്ഞു കയറി വന്നവളല്ലേ. അവൾക്ക് ഇത്ര അഹംഭാവം അഹങ്കാരം പാടില്ല. ഇവിടുത്തെ ഭരണം മൊത്തം ഇപ്പൊ അവഴാ.
അവളാ മിക്കവാറും ഈ എസ്റ്റേറ്റും പറമ്പും ബംഗ്ലാവും എല്ലാം അവൾ അടിച്ചെടുത്തോണ്ട് പോകും. മാഡത്തിന്റെ അനിയത്തിക്കും മക്കൾക്കും ഒന്നും കിട്ടില്ല. അങ്ങനൊന്നും വരില്ലടോ ഔസേപ്പേ. പിന്നെ ആ നായ്ക്കളൊക്കെ അവിടെ ഉണ്ടോ? എല്ലാണോ കൂട് തുറന്ന് പുറത്തു നടക്കുക എങ്കിലേ എല്ലാത്തിനും പിടിച്ച് അകത്ത് കയറ്റിക്കോ, ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുവാ എന്ന് പറയുന്നുണ്ട്. ആൻ്റപ്പനോട് പൗലോസ് പറയുന്നുണ്ട് നായ്ക്കളെയൊക്കെ പിടിച്ചകത്ത് കയറ്റാൻ. ആൻ്റപ്പൻ പറയാണ്, എന്റെ പൗലോസെ എനിക്ക് പേടിയാ. എന്റെ പൊന്ന് ആൻ്റപ്പൻ ചേട്ടാ, വേറൊന്നും ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. ആ നായ്ക്കളെ പിടിച്ചെന്ന് അകത്ത് കയറ്റാനല്ലേ പറഞ്ഞുള്ളൂ. അങ്ങനെ ആൻ്റപ്പൻ നായ്ക്കളെല്ലാം കൂട്ടിലേക്ക് കയറ്റുന്നുണ്ട്. പൗലോസെ, ഇത് കൈവിട്ട കളിയാ, ഞാനിതിൽ ഒന്നുമില്ല, ഞാൻ പറഞ്ഞേക്കാം എന്നും പറഞ്ഞ് ആൻ്റപ്പൻ മാറിപ്പോവാണ്. ദേ, ആ കൊച്ചെന്തെങ്കിലും സംഭവിച്ചാലേ സാബ് വെറുതെ ഇരിക്കില്ല. അയാളുടെ ദേഹത്ത് ഒരുതിരി മണ്ണ് വേണമെന്നറിഞ്ഞാലേ നിന്നെയൊക്കെ ഇല്ലാതാക്കി കളയും. ഇവിടെ ഇരിക്കുന്ന തോക്കുകളുടെ എണ്ണമൊക്കെ തനിക്കറിയാലോ. അതൊക്കെ എനിക്കറിയാം ആൻ്റപ്പ ചേട്ടാ, നമ്മളിതിൽ നേരിട്ടിടപെടുന്നില്ല. നമ്മൾ മറിഞ്ഞിരുന്ന് കളി കാണുന്നു, അത്രേ ഉള്ളൂ. അവക്കെ അത്ര അഹങ്കാരം പാടില്ലല്ലോ. നമ്മുടെ എല്ലാ കള്ളക്കളികളും പൊളിച്ച് നമ്മളെ സാബിന്റെ മുമ്പില് കള്ളന്മാരാക്കി നിർത്തിയതല്ലേ. നമുക്ക് എത്ര രൂപയാ നഷ്ടം? മാസം ലക്ഷങ്ങൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നല്ലേ. ഇപ്പൊ എന്നിട്ട് വല്ലതും ഉണ്ടോ? എല്ലാം അവള് വന്നു കയറി നശിപ്പിച്ചില്ലേ എന്ന് ചോദിക്കാണ്. അങ്ങനെ ആൻ്റപ്പനാണെങ്കില് നായകളെയൊക്കെ പിടിച്ചു കയറ്റിയിട്ട് അയാൾ ഔട്ട് ഹൗസിലേക്ക് പോയി. ഈ ഒരു സമയം അലിനെ പുറത്തേക്ക് വരുമ്പം നായകളൊന്നും പുറത്തില്ല. ആൻ്റപ്പൻ ചേട്ടാ എന്ന് വിളിക്കുന്നുണ്ട്. എന്താ മോളെ, നായക്കളെയൊക്കെ എന്താ പുറത്തിറക്കാത്തെ? അത് പിന്നെ ഇന്നവർക്ക് മരുന്ന് കൊടുക്കുന്ന ദിവസാ. മരുന്ന് കൊടുക്കുമ്പോ ഞാൻ അകത്തിടാറാ പതിവ്, പുറത്തേക്ക് വിടാറില്ല. പുറത്തു വിട്ടാലേ എവിടെങ്കിലും പോയി വെള്ളമൊക്കെ കുടിച്ച് ആ പാട് നാശാക്കും. ഇന്നെന്തായാലും അകത്തിടക്കട്ടെ എന്ന് വെച്ചു. അത് ശരി. അല്ല, ബാക്കി രണ്ടുപേരും എന്തേ? അവരടുക്കളയിലും ഒരാള് തോട്ടത്തിലൊക്കെ കാണും. തോട്ടത്തിൽ നിന്ന് പണിക്കാരുണ്ടോ? ഇന്ന് ആരുമില്ല മോളെ എന്ന് പറയാണ്. അച്ഛൻ പറഞ്ഞിട്ടല്ലേ പോയത്? അതെ, പപ്പനോട് പറഞ്ഞിരുന്നു. വൈകിട്ട് അപ്പച്ചൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. മാക്സിമം നേരത്തെയാക്കാൻ ഞാൻ വിളിച്ചു പറഞ്ഞു. 3:30 ആകുമ്പോഴേക്കും വരാന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ കുഞ്ഞേ? എങ്കിലും വെല്ലച്ചൻ വരുവാണെങ്കിൽ സംസാരിച്ചിട്ടൊക്കെ ഇരിക്കാൻ നല്ല രസമല്ലേ? വെല്ലച്ചനും സംസാരിക്കാൻ നല്ല രസാ. മോളോടാ ഇങ്ങനെ സോഫ്റ്റായിട്ട് സംസാരിക്കുന്നേ. ബാക്കി എല്ലാവരോടും ഈ സ്റ്റാലിനെ അദ്ദേഹത്തെ പോലെ തന്നെ കടിച്ചു കീറാൻ നിൽക്കുന്ന ഒരു കടുവയാ അതും. അതിന്റെ അതേ തനി പകർപ്പാ ഈ മോനും. ബാക്കി പേർക്കും വലിയ കുഴപ്പമില്ല. ആൽബർട്ടും റോബർട്ടും അവർ രണ്ടുപേരും വലിയ പ്രശ്നക്കാരല്ല. പക്ഷെ ഈ സാബാണ് പ്രശ്നം. ആഹാ, കൊള്ളാലോ. എന്റെ പപ്പ അത്രയ്ക്ക് പ്രശ്നക്കാരനാണോ? ആണോന്നോ മോക്ക് അറിയാമല്ലഞ്ഞിട്ടാ. എന്തായാലും ഞാൻ ഔട്ട് ഹൗസിൽ കാണും, എന്തെങ്കിലും വിളിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം അലീന അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ പൗലോസ് ധൃതി വെച്ച് പാചകത്തിലായിരിക്കും. അല്ല പൗലോസേട്ടാ, ഇന്നിവിടെ ഗസ്റ്റ് ആരെങ്കിലും വരുന്നുണ്ടോ? അയ്യോ, എന്താ കുഞ്ഞ് അങ്ങനെ ചോദിച്ചേ? അല്ല, വിഭവങ്ങളൊക്കെ ഒത്തിരി ഉണ്ടല്ലോ. ഇല്ല മോളെ, എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന പോലെ ഉള്ളല്ലോ. ഇന്ന് ഞാൻ മാത്രമല്ലേ ഉള്ളൂ, നമ്മളും. ഇന്ന് പപ്പ ഇല്ലല്ലോ, പിന്നെ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? മോളെ, പപ്പ പ്രത്യേകം ഏൽപ്പിച്ചിട്ടാ പോയത്, മോക്ക് ഒരു കുറവും വരുത്തരുതെന്ന്. അതനുസരിച്ച് ഞാൻ ഒരു കുറവും വരുത്തില്ല മോളെ എന്ന് പറയാണ്. ശരി ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആലിന മുറിയിലേക്ക് പോവാണ്. ചെല്ല് പോയി സുഖമായിട്ടോണ്ട് ഇരിക്കെ, നിനക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് മുറ്റത്ത് കാറിന്റെ ശബ്ദം കേട്ടത്. അലിന് ഓർക്കാണ്, ഈ സമയത്ത് ഇപ്പൊ ഇവിടെ ആര് വരാനാ? അങ്ങനെ അവൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോഴേക്കും ആൻ്റപ്പൻ പോയി ഗേറ്റ് തുറക്കുന്നുണ്ട്. റീതാമ്മയുടെ കാറ് പെട്ടെന്ന് തന്നെ സിറ്റൗട്ടിനടുത്തേക്ക് വന്ന് നിൽക്കുകയാണ്. റീതാമ്മയുടെ നേരെ ഇളയ ആങ്ങളെയും കൂടി വന്ന് കാറിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിക്കൊണ്ട്, ആൻ്റപ്പ വണ്ടി അങ്ങോട്ട് നീക്കിയിട്ടേക്ക് എന്ന് പറയുന്നുണ്ട്. ശരി മേഡം എന്നും പറഞ്ഞുകൊണ്ട് കാറിന്റെ കീയും വാങ്ങിച്ചുകൊണ്ട് ആൻ്റപ്പൻ വണ്ടിയെടുത്ത് അങ്ങോട്ട് ഒതുക്കിയിടുകയാണ്. അലീന ഇവരെ കണ്ടപാടെ അകത്തേക്ക് പെട്ടെന്ന് കയറിപ്പോയി. പ്രതീക്ഷിക്കാതെയുള്ള ഇവരുടെ വരവ് അവളെ നന്നായി പേടിപ്പിച്ചു കേട്ടോ. കാരണം റീതാമ്മ എന്ന് പറഞ്ഞാല് ഒരു ശരിക്കൊരു ഗുണ്ടയെ പോലെയാണ്. അവരുടെ നല്ല ആരോഗ്യവും കൈക്കരുത്തും ഒക്കെ അവളെ കണ്ടിട്ടുണ്ട്. ഒറ്റയടിക്കുള്ള താനെന്ന് അവൾക്കറിയാം. അത് മാത്രമല്ല, അവരുടെ വായിരിക്കുന്നത് കേൾക്കണ്ടല്ലോ. ഇവരെ ഇപ്പൊ ആര് വിളിച്ചിട്ടാ ഇങ്ങോട്ട് വന്നത്? പപ്പ പോലില്ലാത്ത ഈ സമയത്ത്? അതും അറിഞ്ഞുകൊണ്ട് വന്നതാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ അവളുടെ മനസ്സിലുണ്ട്. അവൾ നേരെ മുറിയിലേക്ക് പോകാൻ ഒരുങ്ങാണ്. ഹാളിലേക്ക് കയറി വന്നിട്ട് ഡി അലീന എന്ന് വിളിക്കുന്നുണ്ട്. അലീന മുറിയിലേക്ക് വെച്ച കാല് തിരിച്ചെടുത്തിട്ട് തിരിഞ്ഞു നോക്കുകയാണ്. എന്താ മേഡം എന്ന് ചോദിക്കുമ്പം, എന്താടി വിളിച്ചത് മേഡം എന്നോ? അപ്പം നിനക്കറിയാം ഞങ്ങളെ മേഡമൊക്കെയാണെന്ന്. എവിടുന്ന് പറഞ്ഞു കയറി വന്നാടി നീ എന്ന് ചോദിക്കാണ്. മേഡം, അച്ഛനെല്ലാം പപ്പയെല്ലാം പറഞ്ഞതല്ലേ ഞാൻ ആരാണ് എന്താണെന്നുള്ളത്. പിന്നെ ഇപ്പൊ ഈ വരവിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഇപ്പൊ ഈ വരവിന്റെ ആവശ്യം നീ ആരോട് തീരുമാനിക്കുന്നത്? ഇത് എന്റെ അനിയത്തിന്റെ ഭർത്താവിന്റെ സ്ഥലമാ, അവരുടെ വീടാ. എന്റെ അനിയത്തിക്ക് അവകാശപ്പെട്ടതാ ഇതെല്ലാം.
അതെല്ലാം ഒറ്റടിങ്ങനെ കൈക്കലാക്കാൻ വേണ്ടി വന്നതല്ലേ നീ എന്ന് ചോദിക്കുമ്പം അതിനൊന്നും വന്നല്ല ഞാൻ. ഇങ്ങോട്ടേക്കാ വന്നതെന്ന് പോലും ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. എൻ്റെ പപ്പേനെ 24 വർഷങ്ങൾക്ക് ശേഷം ഞാൻ കാണുന്നത്. അല്ലാതെ ഒന്നും പിടിച്ചു മേടിക്കാനോ അവകാശം സ്ഥാപിക്കാനോ ഒന്നും വന്നതല്ല ഞാൻ. അറിയാടി, എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. നിന്റെ ഉദ്ദേശമൊക്കെ എന്താണെന്ന് ഞങ്ങൾക്കറിയാം. 150 ഏക്കർ എസ്റ്റേറ്റും ഈ ബംഗ്ലാവും എല്ലാം ചുളുവിൽ അടിച്ചെടുക്കാൻ വേണ്ടി അല്ലടി നീ ഇപ്പം ഇങ്ങോട്ട് എഴുന്നള്ളിയത്. എൻ്റെ അനിയത്തിക്കും അവരുടെ മക്കൾക്കും കിട്ടേണ്ടതാ ഇതെല്ലാം. അതൊന്നും അങ്ങനെ നിന്നെ ഒറ്റയ്ക്ക് തീറ്റിക്കില്ല. എൻ്റെ പൊന്നു മേഡം, എനിക്കൊന്നും ആവശ്യമില്ല. എനിക്ക് സ്വത്തുക്കളും ഒന്നും വേണ്ട. എൻ്റെ വേഷം തന്നെ നിങ്ങൾ കണ്ടില്ലേ. ഒരു തരം സ്വർണ്ണമെങ്കിലും ഞാൻ അണിഞ്ഞിട്ടുണ്ടോ? എനിക്ക് അതിനോടൊന്നും യാതൊരു താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഇവിടുന്ന് പോയിക്കോ. ഏത് നിമിഷവും പപ്പ കയറി വരും. പപ്പ വിളിക്കുമ്പോൾ നിങ്ങളോടുണ്ടെന്ന് അറിഞ്ഞാലേ പപ്പയ്ക്ക് ആകെപ്പാടെ കലിപ്പ് കയറും. പിന്നെ പപ്പ എന്താ ചെയ്യാന്ന് എനിക്ക് പോലും അറിയില്ല. നീ എന്താടി ഭീഷണിപ്പെടുത്തുവാണോ? നിന്റെ പപ്പ വന്നാ ഞങ്ങൾ എന്താണങ്ങ് ചെയ്തു കളയോ? എങ്കില് അതൊന്ന് കാണണമല്ലോ. കേട്ടോടാ കുഞ്ഞാച്ചാ, ഇവള് പറഞ്ഞത് കേട്ടോ? നമ്മളെ അങ്ങേര് വന്നാലേ മൂക്കിക്കട കയറ്റുവെന്ന്. എങ്കി അതൊന്ന് കാണലോടി പെണ്ണേ എന്ന് അയാളും പറയുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് എന്തെങ്കിലും വഴക്കിന് വന്നോ, അടിയുണ്ടാക്കാൻ വന്നോ, പ്രശ്നത്തിന് വന്നോ? ഒന്നിനും ഞാൻ വന്നില്ലല്ലോ. ഞാനിവിടെ അടങ്ങിയൊതുങ്ങി ജീവിക്കല്ലേ. എനിക്ക് ഈ സ്വത്തിന്റെ ഒരംശം പോലും വേണ്ട. ഇവിടെ ഞാൻ ജോലിക്കാരിയായിട്ട് വന്നതാ. ഇവിടെ വന്നപ്പോഴാണ് ഇതെല്ലാം ഞാൻ അറിയുന്നത്. ഇതെന്റെ പപ്പയാണെന്നുള്ള കാര്യം പോലും അവര് വിശ്വസിക്കുന്നത് തന്നെ എന്റെ ഈ മുഖച്ഛായ കണ്ടിട്ടാ. നിങ്ങൾക്കറിയാലോ ചിന്നമ്മയുടെ അതേ ഷേപ്പാണ് എനിക്കെന്ന്. അതുകൊണ്ട് തന്നെ ഒരു DNA ആവശ്യം വന്നില്ല. അല്ലാതെ എനിക്ക് സ്വത്തുക്കളുടെ ഒരവകാശവും ഒന്നും വേണ്ട. എനിക്ക് അല്ലാതെ തന്നെ എൻ്റെ അക്കൗണ്ടിൽ ആവശ്യത്തിന് പൈസയുണ്ട്. എൻ്റെ കയ്യിൽ സ്വർണ്ണമുണ്ട്. എനിക്കത് മാത്രം മതി എന്ന് പറയുന്നുണ്ട്. അതുപോലും ഏതെങ്കിലും അനാഥാലയങ്ങൾക്ക് ഞാൻ എഴുതി വെക്കും. അല്ലാതെ ഒരുതരം സ്വർണം പോലും ഒരുതരം മണ്ണ് പോലും എനിക്കിവിടുന്ന് വേണ്ട. അതെല്ലാം നിങ്ങളെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ അനിയത്തി എൽസമ്മയ്ക്കും അവരുടെ മക്കൾക്കും അവകാശപ്പെട്ടതാ. നിന്റെ ഔദാര്യമൊന്നും ഞങ്ങൾക്ക് വേണടി. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് എന്നും പറഞ്ഞുകൊണ്ട് റീതാമ്മ അവളുടെ അടുത്തേക്ക് വരികയാണ്. പേടിച്ച് വിറച്ച് അലീന അങ്ങനെ നിൽക്കുന്നുണ്ട്. ആൻ്റപ്പൻ ചേട്ടാ എന്ന് ഉറക്കെ അലീന വിളിക്കുകയാണ്. പുറത്തുനിന്നും ആൻ്റപ്പൻ അത് കേൾക്കുന്നുണ്ട്. എന്താ കുഞ്ഞെന്ന് വിളിച്ചുകൊണ്ട് ആൻ്റപ്പൻ അകത്തേക്ക് ഓടി വരികയാണ്. ഇവരെയൊക്കെ പിടിച്ച് പുറത്താക്കാൻ ആൻ്റപ്പൻ ചേട്ടാ എന്ന് പറയുമ്പോഴേക്കും, നീ ആരാടി എന്നെ പുറത്താക്കാൻ? ഇതേ എൻ്റെ അനീതിയുടെ ബംഗ്ലാവാ, അവൾക്ക് അവകാശപ്പെട്ടതാ. അവിടെ വന്ന് കയറിയിട്ട് നീ എന്നെ പുറത്താക്കാൻ നോക്കുന്നോ? ആൻ്റപ്പൻ പറയാണ്, റീത്ത മാഡം ദയവ് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കല്ലേ. സ്റ്റാൻലി അദ്ദേഹം കേണൽ സാബ് ഇവിടെ ഇല്ലെന്ന് അറിയാലോ. ആ സമയത്ത് ഈ കുട്ടിയോട് ഇങ്ങനെയൊക്കെ പെരുമാറിയാല് സാബ് പറഞ്ഞാൽ അത് വലിയ വിഷയമാകും. ഞങ്ങൾക്കും അത് വലിയ പ്രശ്നമാകും. ദയവ് ചെയ്ത് മാഡം ഇപ്പോഴുന്ന് പോകണം. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ ആൻ്റപ്പ. താൻ പുറത്തേക്ക് പോയിക്കേ. ഇവളെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അപ്പോഴേക്കും പൗലോസേട്ടാ വൈച്ചേട്ടാ എന്നൊക്കെ വിളിക്കുമ്പം രണ്ടുപേരും അനങ്ങാതെ അടുക്കള പുറത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കാണ്. അവര് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരേണ്ട കാര്യമില്ലെന്ന് അവർക്ക് തോന്നിയിരുന്നുകൊണ്ട് തന്നെ അവരവിടെ തന്നെ നിൽക്കാണേ. ഈ സമയത്ത് ആൻ്റപ്പനാണെങ്കിൽ, എൻ്റെ പൊന്നു മേഡം ദയവ് ചെയ്ത് നിങ്ങൾ പോവും. കുഞ്ഞാച്ച ദയവ് ചെയ്ത് മേഡത്തിനെ വിളിച്ചുകൊണ്ട് പോവും. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ ആൻ്റപ്പ. അവള് പറഞ്ഞത് കേട്ടില്ലേ, ഞങ്ങളെ ഇറക്കി വിടാൻ. നീ ആരാണ് ഞങ്ങളെ ഇറക്കി വിടാൻ എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ അലീനയുടെ മുടിക്കുത്തിന് കയറി പിടിക്കുകയാണ് റീതാമ്മ. എന്നിട്ട് ഇറങ്ങടി പുറത്ത് എന്നും പറഞ്ഞുകൊണ്ട് അവളുടെ മുടുക്കത്തിനെ പിടിച്ച് വലിച്ചഴച്ച് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. മേഡം വിട് എന്നും പറഞ്ഞുകൊണ്ട് ആൻ്റപ്പന് കൈക്ക് പിടിക്കുന്നുണ്ട്. അപ്പോഴേക്കും കുഞ്ഞാച്ചൻ വന്നിട്ട് താൻ അങ്ങോട്ട് മാറി നിൽക്കണമെന്നും പറഞ്ഞുകൊണ്ട് ആൻ്റപ്പനെ പിടിച്ച് തള്ളി മാറ്റുകയാണ്. മേഡം ഇപ്പൊ ഇങ്ങനൊന്നും ചെയ്യല്ലേ, ഇതാകെപ്പാടെ വിഷയമാകും. കേണൽ സാബ് പറഞ്ഞാലേ ഇല്ലാത്ത പൊല്ലാപ്പുണ്ടാക്കും. നിങ്ങൾക്കറിയാലോ. ഇവിടെ പറ്റില്ല ആൻ്റപ്പ, ഇവളെ ഇവിടെ ഞാൻ പുറത്താക്കും എന്നും പറഞ്ഞുകൊണ്ട് അവളെ വലിച്ചഴച്ചുകൊണ്ട് നേരെ ഗേറ്റിന് പുറത്താക്കുന്നുണ്ട്. ഇറങ്ങി പോടി ഇവിടുന്ന് എന്ന് പറയാണ്. അലീനയോട് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് കൂട്ടിലിരിക്കുന്ന നായ്ക്കളൊക്കെ വല്ലാണ്ട് ഓരിടുകയും ബഹളം വെക്കുകയൊക്കെ ചെയ്യാണ്. ഭയങ്കരമായിട്ട് കുരയ്ക്കുകയാണ്. റീതാമ്മ പറയുന്നുണ്ട്, ഡോ താണിത് നോക്കിയിരിക്കാടോ. ഇനി ഗേറ്റ് അടക്കടോ. അവളുടെ സാധനമെല്ലാം പറക്കി പുറത്തിറക്ക്. മര്യാദയ്ക്ക് ഇവിടുന്ന് പൊയ്ക്കണം. ഇനി എങ്ങാണം നീ ഇവിടെ കയറി വന്നാലേ കാലും കൈ നിന്നെ തല്ലി ഓടിക്കും. വിഷമിച്ച് നിന്നെ കൊല്ലാനും ഞാൻ മടിക്കില്ല. നിനക്കെന്നെ അറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അലീന കരഞ്ഞുകൊണ്ട് ഗേറ്റിന്റെ പുറത്ത് നിൽക്കുകയാണേ. ഈ സമയത്ത് നായ്ക്കളെല്ലാം വല്ലാത്ത ബഹളാണല്ലോ. സീൻ വഷളാവെന്ന് കണ്ടപ്പോൾ ആൻ്റപ്പൻ പറയുന്നുണ്ട്, റീതാമ്മയുടെ കുഞ്ഞാച്ചനും ഇപ്പൊ പെട്ടെന്ന് ചെല്ല്. കുഞ്ഞിനെ ഇനി ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ പറഞ്ഞ് എങ്ങനെ ആൻ്റപ്പ? അതിന് ഞാൻ സമ്മതിക്കില്ല. അപ്പോഴേക്കും ആൻ്റപ്പൻ ഇനി ഈ സംഭവം വഷളായാല് സാബു വന്ന തനിക്കിട്ട് പണി കിട്ടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നേരെ പോയിട്ട് അതിലൊരു നായയുടെ കൂട് തുറന്നുവിടാൻ ഭാവിക്കാണ്. പെട്ടെന്ന് റീതാമ്മയും കുഞ്ഞാച്ചനും കൂടി വണ്ടിയെ കയറുന്നുണ്ട്. ആൻ്റപ്പോ താനെന്ത് പണിയോടോ കാണിക്കുന്നത്? എൻ്റെ പൊന്നു മേഡം
സാബു വന്നാ എന്റെ പണി പോവും. എന്നെ ഇക്ഷ എണ്ണ വരപ്പിക്കും. അതിനൊന്നും ഞാൻ എന്തിനാ നിൽക്കുന്നേ? നിങ്ങളുടെ ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ കാണിക്ക്. അതിനൊന്നും ഞാൻ കൂട്ടു നിൽക്കില്ല. ആ കുഞ്ഞിനെ പുറത്താക്കാനേ ഞാൻ സമ്മതിക്കില്ല. ഇവിടുത്തെ കേണൽ സാബിന്റെ മകളാ. ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ ഞാൻ സമാധാനം പറയണം. എന്നെ ഏൽപ്പിച്ചിട്ടാ സാബ് പോയത് എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് പട്ടിയെ തുറന്നു വിടുന്നുണ്ട്. പട്ടികളെല്ലാം തന്നെ ആൻ്റപ്പൻ തുറന്നു വിടുകയാണേ. അപ്പോഴേക്കും പെട്ടെന്ന് റീത്താമ്മയും കുഞ്ഞാച്ചനോട് കാറെടുത്ത് ഓടിച്ചു പോവാണ്. ഗേറ്റിന്റെ വാതിക്കല് അലീന വിഷമത്തോടെ നിൽക്കുന്നത് കണ്ടുകൊണ്ട് അവളെ നോക്കി പേടിപ്പിച്ചുകൊണ്ട്, നീ നിന്റെ കയ്യിൽ കിട്ടുമോടി, നിന്നെ ഇതൊന്നും അല്ല ഇനി സംഭവിക്കാൻ പോണേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഒരു കാർ ഓടിച്ച് പോവാണ്. ആൻ്റപ്പം പെട്ടെന്ന് പോയിട്ട് വാ കുഞ്ഞെ കയറി വാ എന്ന് പറയാണ്. നായ്ക്കളെല്ലാം അവളുടെ കൂടെ വട്ടം ചുറ്റും നിൽക്കുന്നുണ്ട്. എല്ലാവരും അവളുടെ സങ്കടം കണ്ട് വിഷമിച്ച് നിൽക്കുകയാണ്. ആൻ്റപ്പൻ അങ്ങനെ അവളെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വരുന്നുണ്ട്. റീത്താമ്മ അവളുടെ കവളത്ത് ഒരടി കൂടി കൊടുത്തിരുന്നു കേട്ടോ. അതിന്റെ പാട് നല്ലവണ്ണം കവളത്ത് മായാതെ കിടപ്പുണ്ട്. അകത്തേക്ക് കയറി വന്നവാടെ ഔസേപ്പും ബൈജുവും, എന്താ ആൻ്റപ്പൻ ചേട്ടാ, എന്താ അവിടെ ഒരു ബഹളം കേട്ടത്? ഞങ്ങളങ്ങ് പിന്നാമ്പുറത്തായിരുന്നു, എന്തു പറ്റി, ആരാ വന്നത് എന്ന് ചോദിക്കാണ്. അത് പിന്നെ ആ റീത്തിയാ വന്നത്, എൽസമ്മയുടെ ചേച്ചി. അയ്യോ എന്നിട്ടോ? അയ്യോ കുഞ്ഞിന്റെ മുഖത്തെന്താ പാട്? അവർ തല്ലിയതാണോ? അതെ അവർ തല്ലിയതാ. തല്ലി മാത്രമല്ല കൊച്ചിനെ മുടിക്കുത്തിനെ പിടിച്ച് പുറത്തുകൊണ്ട് കളയുകയും ചെയ്തു. ഞാൻ വിളിച്ചോണ്ട് വന്നതാ. നായ്ക്കളെ തുറന്നു വിട്ടുകൊണ്ട് അവരിപ്പോഴെങ്ങാനും പോയി. ഷോ ഇതിനെ ക്യാൻസാ പറഞ്ഞ എന്ത് വിഷയമാകും എന്നും പറഞ്ഞ് പൗലോസും ബൈജുവും ഒന്നറിയാത്ത മട്ടില് അടുക്കളയിലേക്ക് കയറി പോകുന്നുണ്ട്. അലിന ഭയങ്കര കരച്ചിലായിരിക്കും. മോൾ അകത്തേക്ക് കയറി പോക്കോ, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞ് അലിനെ കയറ്റിവിട്ട് കഥ അടച്ചതിന് ശേഷം ആൻ്റപ്പൻ അടുക്കളയിലേക്ക് ചെല്ലുന്നുണ്ട്. ഔസേപ്പേ, ഞാൻ അപ്പോഴേ പറഞ്ഞതാ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണ്ടാന്ന്. ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് കണ്ടതല്ലേ? ആ റീത്താമ്മ വന്നിട്ട് എന്തൊക്കെ പണിയാ കാണിച്ചത്? ആ കൊച്ചിന്റെ കവളത്ത് തല്ലി അവളുടെ മുടിക്കുത്തിന് പിടിച്ച് പുറത്തുകൊണ്ടാക്കി. അത് വേണം, എന്നോട് ചെയ്തതിനൊക്കെ അവൾ അനുഭവിക്കണം എന്നും വെച്ച് കേണൽ സാബിന്റെ മകളാ അത്. തന്റെ മകളാണെങ്കിൽ താൻ ഇങ്ങനെയൊക്കെ ചെയ്യുവോടോ? നായ്ക്കളെ കൂട്ടിലാകാൻ പറഞ്ഞപ്പോ ഞാൻ ചെയ്തത് എന്റെ തെറ്റ്. ഞാൻ കരുതിയത് എന്നോരുണ്ടോ വഴക്ക് കൊണ്ട് പോകത്തേ ഉള്ളെന്നാ. അവരിങ്ങനെയൊക്കെ കാണിക്കുമെന്ന് ആരറിഞ്ഞു? സാബു വരുമ്പം ഞാനിതിലൊന്നും ഇല്ല, തന്നെത്താനെ കയറി ഏറ്റോണം എന്നും പറഞ്ഞ് ആൻ്റപ്പൻ പറയാണ്. ഇനി ഒരിക്കലും ആ കുഞ്ഞിനു നേരെ ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. എന്നിട്ട് ആൻ്റപ്പൻ നേരെ അവധക്കുട്ടിയെ വിളിക്കുകയാണേ. സാബ്, ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്, ഇങ്ങോട്ടേക്കൊന്ന് വരുവോ എന്ന് ചോദിക്കുമ്പം എന്താടോ എന്ന് ചോദിക്കുകയാണ്. ചെറിയ പ്രശ്നമാണ്, സ്റ്റാൻലി സാർ ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് വിളിച്ചത്. ഞാൻ തോട്ടത്തിലായിരുന്നു. സാരല്ല സാർ, ഇത്തിരി അത്യാവശ്യമുള്ളതുകൊണ്ടാ, പെട്ടെന്ന് വരാവോ? ഞാൻ ബൈജുനോട് അങ്ങനെ കാർ അയക്കാൻ പറയാം. വേണ്ട വേണ്ട, ആ സമയം കൊണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് വരാമല്ലോ. എൻ്റെ കൊച്ചൊറ്റയ്ക്കേ ഉള്ളൂ അവിടെ? ഉള്ളു സാർ. ആ കുട്ടിക്ക് വേണ്ടി തന്നെയാ, പെട്ടെന്ന് വരാവോ എന്ന് ചോദിക്കുമ്പോഴേക്കും അവധക്കുട്ടി ഒന്ന് പേടിക്കുന്നുണ്ട്. ഇപ്പോൾ അലീനെന്ന് വെച്ചാൽ അവധക്കുട്ടിക്ക് ജീവനാണല്ലോ. അങ്ങനെ അലീനയെ കാണാനായിട്ട് അവധക്കുട്ടി അപ്പോൾ തന്നെ കാർ എടുത്തുകൊണ്ട് സ്പീഡിൽ പാഞ്ഞിങ്ങ് വരുന്നുണ്ട്. 1 മണിക്കൂറിനുള്ളിൽ പുനലൂരിൽ നിന്നും അവധക്കുട്ടി ഇങ്ങെത്താണ്. എത്തുമ്പോഴേക്കും വന്ന് ആൻ്റപ്പം വന്ന് വാതിൽ തുറക്കാണ്. ഗേറ്റ് തുറക്കുന്നുണ്ട്. കയറി വാ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. സ്റ്റാൻലി എവിടെ പോയതാണോ? എന്തോ അത്യാവശ്യത്തിന് സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് പോയതാ. ഇന്ന് രാത്രിയിലേ വരുള്ളൂ. എന്നോട് വിളിച്ച് പറഞ്ഞു എങ്ങോട്ടാ പോവാണ്, വൈകുന്നേരം എത്തണമെന്ന്. അല്ല, എന്താ തിടുക്കപ്പെടുന്നേ വിളിച്ചത്? അത് പിന്നെ കുഞ്ഞു പറയും എന്നും പറഞ്ഞുകൊണ്ട് അലിന മോളെ എന്ന് വിളിക്കാണ്. അലിനയുടെ വാതിക്കൽ പോയിട്ട് മുത്തശ്ശൻ മുട്ടുന്നുണ്ട്. അപ്പോഴേക്കും അവൾ വാതിൽ തുറക്കാണ്. അവളുടെ മുഖം കണ്ട് അയ്യോ എൻ്റെ മോളെ, ഇതെന്താ പറ്റിയത്, എൻ്റെ കുഞ്ഞിന് എന്താ പറ്റിയത് എന്ന് ചോദിക്കാണ്. അപ്പച്ച എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് അപ്പച്ചന്റെ കയ്യിലേക്ക് ചാഞ്ഞു കിടന്ന് കരയാണ് അലീന. എൻ്റെ മോക്ക് ഇതെന്താ പറ്റിയത്? എടോ ആൻ്റപ്പ ഇവിടെ വാടോ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ആൻ്റപ്പനെ വിളിക്കാണ്. എന്താണ് എൻ്റെ കുഞ്ഞിന് പറ്റിയത് എന്ന് ചോദിക്കാണ്. അത് പിന്നെ ഇന്ന് റീത്താമ്മയും അതിൻ്റെ ഇളയ അങ്ങേരുടെ ഇങ്ങോട്ടേക്ക് വന്നിരുന്നു, കുഞ്ഞാച്ചനും. എന്നിട്ട് കുഞ്ഞിനെ അടിക്കുകയും മുടിക്ക് പിടിച്ച് വലിച്ച് പുറത്താക്കുകയൊക്കെ ചെയ്തു. ഹാ മൂദേവി ഇവിടെ വന്നോ? അവളെ ഇങ്ങോട്ടേക്ക് കയറ്റാൻ നിന്നോട് ആര് പറഞ്ഞു? അത് പിന്നെ വന്ന് ഓണടിച്ചപ്പോ ഞാൻ ഗേറ്റ് തുറന്നു. അകത്തേക്ക് കയറി വന്നവാടെ കുഞ്ഞിനെ അന്വേഷിച്ച് മുറിലേക്കൊരു പോക്കായിരുന്നു. ഒന്നും പറയാനുള്ള സമയം കിട്ടിയില്ല. ഞാൻ വന്ന് തടഞ്ഞുകൊണ്ടാ അപ്പോഴെങ്കിലും ഇറങ്ങിപ്പോയത്. എടോ, ഇത്ര നായ്ക്കൾ ഇവിടെ ഇല്ലേ? ആ നായ്ക്കളെ അങ്ങോട്ട് തുറന്നിടാൻ മേലായിരുന്നോ? അവളെ കടിച്ച് കീറിയാനല്ലോ. അത് പിന്നെ ഇന്ന് മരുന്ന് കൊടുത്തുകൊണ്ട് എല്ലാവരും ഞാൻ കൂട്ടിലാക്കിയിരിക്കുകയായിരുന്നു. അതുകൊണ്ടാ അങ്ങനെ സംഭവിച്ചത്. താൻ എന്നിട്ട് നോക്കി നിന്നോടോ. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അവരൊരു സ്ത്രീയല്ലേ, എനിക്ക് കൈ കയറി പിടിക്കാൻ പറ്റുമോ?
എന്നിട്ട് ഞാൻ കുഞ്ഞാച്ചനോട് പിടിച്ചു മാറ്റാൻ പറഞ്ഞതാ. പക്ഷെ അയാൾ സമ്മതിച്ചില്ല. അവസാനം ഞാൻ നായ്ക്കളെ തുറന്നു വിട്ടപ്പോഴാ അവർ നടങ്ങി പോയത്. മോളെ അവൾ ഉപദ്രവിച്ചോ? ഇല്ല അപ്പച്ച, അതൊന്നും സാരമില്ല. പപ്പയോട് ഇതൊന്നും പറയാൻ നിൽക്കണ്ട. പറഞ്ഞ വലിയ വിഷയം ഉണ്ടാക്കും. പപ്പ അറിഞ്ഞാൽ പിന്നെ അവർ അടുത്തേക്ക് പോയിട്ട് ആകെപ്പാടെ പ്രശ്നം യുദ്ധമൊക്കെ ആയിരിക്കും. എന്തിനാ വെറുതെ ആരോടും പറയണ്ട. അങ്ങനെ വിട്ടാ പറ്റുമോ? എന്റെ മോളോട് അവൾ ഈ മാതിരി തോന്നിവാസം കാണിച്ചിട്ട് വിട്ടേക്കാനോ? അതൊന്നും പറ്റില്ല. ഇന്ന് തന്നെ ഇങ്ങോട്ട് വരട്ടെ. അച്ഛാ പ്ലീസ്, വല്യച്ഛ, ആരോടും ദയവേത് പറയല്ലേ. പറഞ്ഞ പപ്പ ഇല്ലാത്ത വഴക്കുണ്ടാക്കും. വേണ്ട, അതൊന്നും എനിക്ക് കേൾക്കണ്ട. എന്റെ മോളുടെ കവള് കിടക്കുന്ന കണ്ടില്ലേ? മുടുക്കത്തിന് പിടിച്ച് അവളെ പുറത്താക്കിയല്ലേ? അവക്കൊട്ടുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറയാണ്. എടാ ലാലിച്ച, നീ എവിടെയാ? ഞാൻ പറഞ്ഞില്ല അപ്പച്ച, ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നതാ. നീ എപ്പോഴും എത്തും? ഞാൻ രാത്രിയാകും. എങ്കിലേ ആ പോയ കാര്യം അവിടെ തന്നെ വെച്ചിട്ട് എത്രയും ഇവിടെ നിന്ന് പോരെ. ഞാൻ തിരുവനന്തപുരത്തേക്ക് എത്താൻ പോണേ ഉള്ളൂ. എത്താൻ ഇനി 1 മണിക്കൂർ കൂടെ ഉണ്ട്. അതാ പറഞ്ഞത്. ആ സംഭവം ഉപേക്ഷിച്ചിട്ട് ഇങ്ങോട്ടേക്ക് പോരാൻ എന്താ അപ്പച്ച എന്തെങ്കിലും വിഷയമുണ്ടോ? അതെ, വിഷയമുണ്ട്. ഞാൻ എവിടെയാ? കുളത്തുപുഴയിലോ? അപ്പച്ചനെന്താ പെട്ടെന്ന് വന്നത്? അതാ ഞാൻ പറഞ്ഞത്, വിഷയമുണ്ടെന്ന്. നീ ഇങ്ങോട്ടേക്ക് പോരെ. ശരി അപ്പച്ച എന്നും പറഞ്ഞുകൊണ്ട് പാതി ദൂരം എത്തിയ സ്റ്റാലി അപ്പോൾ തന്നെ തിരിച്ച് വണ്ടി എടുത്തുകൊണ്ട് വീട്ടിലേക്ക് വരികയാണ്. കുളത്തൂപ്പുഴ വന്നപ്പോഴേക്കും ആകെപ്പാടെ ഒരു ശോകമുഖമായ അവസ്ഥ. നായ്ക്കളെല്ലാം തന്നെ ഒന്നും മിണ്ടാതെ ഒരു മൂലയ്ക്ക് കൂടിയിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് നായ്ക്കളെ സ്റ്റാലി അങ്ങനെ കാണുന്നത്. എല്ലാവരും എന്തോ വിഷാദ രോഗം ബാധിച്ചതുപോലെ ഒരു മൂലയ്ക്ക് മാറിയിരിക്കുകയാണ്. സ്റ്റാലി ഓർക്കുന്നുണ്ട്, ഈ നായ്ക്കൾക്ക് എന്തു പറ്റി? എല്ലാവരും വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആരും സ്റ്റാലിന്റെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല കേട്ടോ. ആന്റപ്പ എന്ന് വിളിക്കുമ്പോഴേക്കും ആന്റപ്പൻ ഓടുകയാണ്. എന്താണ് നായ്ക്കൾക്കൊക്കെ എന്തു പറ്റി? അത് സാബ് അകത്തേക്ക് ചെല്ലേ, അവിടെ അപ്പച്ചൻ വന്നിട്ടുണ്ട്, അപ്പച്ചൻ പറയും എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുമ്പം സ്റ്റാലിയുടെ ഹൃദയം ഇടിക്കുകയാണ്. അലീനയ്ക്ക് എന്തെങ്കിലും പറ്റിയോ? എന്താ പ്രശ്നം? ഒന്നും അറിയില്ലല്ലോ. അകത്തേക്ക് കയറി ചെല്ലുമ്പോഴേക്കും അവിടെ ഔതോക്കുട്ടി ഇരിക്കുകയാണ്. നീ എന്നാ കാണിക്കാനാടാ ഇവിടുന്ന് രാവിലെ പോയത്? അപ്പച്ച, ഞാൻ പറഞ്ഞതല്ലേ, എനിക്ക് കുറച്ച് പേപ്പേഴ്സ് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. എന്ത് പേപ്പർ വർക്ക്? അങ്ങനെ ഉണ്ടെങ്കിലേ നിന്റെ മോളെ കൊണ്ട് കൊണ്ടുപോകണമായിരുന്നു. അവൾക്ക് എന്താ സംഭവിച്ചത്? ഇവിടെ ഇപ്പം 3 പേരുണ്ടല്ലോ ജോലിക്കാര് അവളെ നോക്കാനായിട്ട്. എന്നിട്ട് എന്തുണ്ടാക്കിയടാ എന്ന് ചോദിക്കാണ്. എന്താ അപ്പച്ച, കാര്യം പറ. അലീന മോളെ എന്ന് വിളിക്കാണ്. അലീന പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അവളുടെ മുഖം ഒരു സൈഡ് നീര് വെച്ച് കിടക്കുകയാണ്. 5 കൈവിരലുകളും പതിഞ്ഞ പാടുമുണ്ട്. മുടിയൊക്കെ ആകെപ്പാടെ അലങ്കോലമായി കിടക്കുന്നു. അവളുടെ ഡ്രസ്സിന്റെ ഒരു സൈഡ് ശല്യം കീറിയിട്ടുമുണ്ട്. ആന്റപ്പ, പൗലോസെ, ബൈജു എന്ന് പറഞ്ഞ് ചാടി വിളിക്കുകയാണ്. സ്റ്റാൻലി ഓർത്തത് അവരവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതായിരിക്കുമെന്നാണ്. അവർ ഓടി വരുന്നുണ്ട്. എന്താടോ എന്റെ കൊച്ചിന് എന്താടാ പറ്റിയത് എന്ന് ചോദിക്കുമ്പം ഔതക്കുട്ടി പറയാണ്, അവരോട് ചോദിക്കണ്ട, ഞാൻ പറയാം. ആ മതമിളകിയ ആനയില്ലേ, അവളോട് വന്നിരുന്നു ആ റീത്താമ്മയും കുഞ്ഞാച്ചനും കൂടി വന്നിട്ട് എന്റെ കൊച്ചിന്റെ കവളത്ത് അവള് തല്ലി. ഇറങ്ങിപ്പോകാൻ പറഞ്ഞ് മുടുക്കത്തിന് പിടിച്ച് പുറത്തു കൊണ്ട് തള്ളി ഗേറ്റിനെ പുറത്തേക്ക്. ഞാനീ കേട്ടതൊക്കെ സത്യമാണോ ആന്റപ്പ എന്ന് ചോദിക്കുമ്പം അതെ സാബ് പോയിട്ട് 1 അരമണിക്കൂർ കഴിഞ്ഞു കാണും. അപ്പോഴേക്കും അവരിങ്ങോട്ടേക്ക് വന്നു. നീ ആ നായ്ക്കളെ തുറന്നിടാൻ മേലായിരുന്നോ? അത് പിന്നെ ഇന്ന് മരുന്ന് കൊടുക്കേണ്ട ദിവസമല്ലേ, മരുന്ന് കൊടുത്ത് ഞാൻ അകത്ത് കയറ്റിയേക്കായിരുന്നു. ആ സമയത്താ അവര് വന്നത്. എന്നിട്ട് കുഞ്ഞിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ കുറെ തടഞ്ഞു. എന്നിട്ടും നടന്നില്ല. അവസാനം കുഞ്ഞിനെ പിടിച്ച് പുറത്താക്കിയപ്പോഴാ ഞാൻ നായ്ക്കളെ തുറന്നു വിട്ടത്. അപ്പോഴാ അവര് പോയത് എന്ന് പറയുന്നുണ്ട്. അവൾ അത്രയ്ക്കായോ? എന്റെ അലീന മോളുടെ ദേഹത്ത് തൊടാൻ മാത്രം അവൾ വളർന്നോ? അച്ഛാ, പപ്പ, പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ പ്ലീസ്. അവരങ്ങനെ ചെയ്തിട്ട് പോയെങ്കിൽ അത് അവരുടെ മനസ്സിലെ വിഷമവും ദേഷ്യവും കൊണ്ടല്ലേ. അതൊക്കെ മാറിക്കോളും. എന്റെ കാര്യം പറഞ്ഞ് പപ്പ പോയി വഴക്കുണ്ടാക്കല്ലേ പ്ലീസ് എന്ന് പറയുമ്പോൾ അലീന, നീ മിണ്ടണ്ട. നിനക്കറിയില്ല, ഞാൻ ഇല്ലാത്ത തക്ക നോക്കി എന്റെ വീട്ടിൽ വന്ന് എന്റെ മോളെ ഉപദ്രവിച്ചെന്ന് പറയുമ്പം ഞാൻ നോക്കിയിരിക്കണമെന്നാണോ നീ പറഞ്ഞത്? ഞാനേ ഒരു മിലിറ്ററി ഓഫീസറായിരുന്നു. ഇപ്പൊ നിന്റെ പപ്പയാ. അങ്ങനെയുള്ള ഞാൻ എന്റെ മകളെ ഉപദ്രവിച്ച ആളെ ഞാൻ വെറുതെ ഇടാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പച്ചന്റെ അഭിപ്രായം എന്താ? എന്റെ അഭിപ്രായം അത് തന്നെയാ. പോയി കൊടുക്കട ലാലിച്ച, അവളുടെ കവള തുറണം. അതിന്റെ ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ്. എന്റെ പൊന്നപ്പച്ച, ഇങ്ങനെ പറഞ്ഞു വിടാതെ. സമാധാനമല്ലേ നമുക്കൊക്കെ വേണ്ടത്. എന്നെയല്ലേ തല്ലിയത്, എനിക്ക് കുഴപ്പമില്ല. നിനക്ക് കുഴപ്പമില്ല, പക്ഷെ ഞങ്ങക്ക് കുഴപ്പമുണ്ട്. നീയേ എന്നെ ലാലിച്ചന്റെ മോളാ. കൊട്ടാരമറ്റത്തിൽ അവധക്കുട്ടിയുടെ കൊച്ചുമകൾ. അങ്ങനെയുള്ള നിന്നെ ഒരുത്തി വന്ന് തോണ്ടിട്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല, പ്രത്യേകിച്ച് അവള് എന്ന് നമ്മുടെ അവധക്കുട്ടിയും പറയുന്നുണ്ട്. അല്ല, ഇത് ഞാനോടുണ്ടാവില്ല എന്ന് ആരാ റീറ്റയിൽ വിളിച്ച് പറഞ്ഞത് എന്ന് ചോദിക്കാണ്. അയ്യോ സാബ്, ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. പിന്നെ അവൾ എന്താടോ മണത്തറിഞ്ഞോ? അല്ലാതെ തന്നെ അവൾ ഇങ്ങോട്ടേക്ക് വന്നതാന്ന് തോന്നുന്നു സാബ്.
അല്ലാതെ ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയുമ്പം സ്റ്റാലിനിക്ക് എന്തോ ഒരു സംശയം നിഴലിക്കുന്നുണ്ട്. ആരും പറയാതെ സ്റ്റാലിൻ ഇവിടെ ഇല്ല എന്നുള്ള കാര്യം അവൾ അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്തായാലും അലിയുടെ മുഖത്തെ ആ പാട് കാണുമ്പം സ്റ്റാലിനിക്ക് ഒരുപാട് വിഷമമാകുന്നുണ്ട്. അവളുടെ കവളത്ത് പോയി തലോടിയിട്ട് സാരമില്ല പോട്ടെ മോളെ എന്നും പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിക്കുകയാണ്. സ്റ്റാലിയുടെ ഈ മാറ്റം കണ്ട് അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ് അവധക്കുട്ടി. ഇന്നേ വരെ സ്റ്റാലിനെ അയാൾ ഇങ്ങനെ കണ്ടിട്ടില്ല. സ്വന്തം മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളോട് സ്നേഹം കാണിക്കുന്ന സ്റ്റാലിനെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ അവധക്കുട്ടി. അങ്ങനെ അവധക്കുട്ടിയും അലീനയും സ്റ്റാലിനെയും കൂടി പുനലൂർക്ക് പോകാൻ പുറപ്പെടാൻ പോവാണ്. ഇന്നിനി അവൾ ചെന്ന് അഞ്ചലില് എൽസമ്മയുടെ വീട്ടിലേക്കാണ് കേട്ടോ പോണത് റീതാമ്മയെ കാണാനായിട്ട്. അതിൻ്റെ ഒരു സ്റ്റോറി അടുത്ത വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ്സാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.